ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാ. ഓക്കെ, ഇത് വാമ്പരാണ്. കുറച്ച് ഫ്ലെല്ലിങ്, കുറച്ച് മിസ്റ്റിങ്. ഓക്കെ, സ്റ്റോറിട്ട് പോവാ. ഹീറോ ഈ കാട്ടിലൊക്കെ ഇങ്ങനെ കാട്ടിൽ റോഡിൽ വണ്ടി വരാൻ വണ്ടിയിൽ ഹീറോ കാർ ഇങ്ങനെ വണ്ടിയിൽ സ്കൂട്ടിൽ പോകാമായിരുന്നു. സ്കൂട്ടി സ്റ്റോപ്പായി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ശരി, ഓക്കെ. ഹീറോയി കോൾ ചെയ്തായിരുന്നു ഫ്രണ്ടിക്ക്. ഷൂസികൾ കിട്ടുന്നില്ലല്ലോ. ഹലോ ഹലോ, എവിടെ അടിയിലുള്ളത്? എടേ ഫോറസ്റ്റിലുള്ളതടി. എന്താ ഫോറസ്റ്റൊക്കെ? ഇല്ല, സ്റ്റോട്ട് റോട്ടിൽ വന്നിട്ട് മച്ച് ആ റോഡ് ശരിയാക്കാം അങ്ങനായിട്ട് പ്രിയ പറഞ്ഞായിരുന്നു. അത് കേട്ട് പൂജ പറയായിരുന്നു. ശരിടി, സൂക്ഷിക്കണം. ഇല്ലടി. എന്തിനാ? ഫോറസ്റ്റിൽ എന്ത് വേണം ഉണ്ടാവും, സൂക്ഷിക്കണം, മനസ്സിലായോ? ശരി, ഓക്കെ. റോസി പറയാൻ മച്ചി, നീ ജാഗ്രത ഉണ്ടാക്കണം, മനസ്സിലായോ? ശരിടി, ടെൻഷൻ ആക്കട്ടെ. നിങ്ങൾ വാ, എവിടെ ഉള്ള പറയോ. ബോർഡിലുണ്ട് ഫോറസ്റ്റ് നെയിം പറഞ്ഞു. ഇത് റോസിക്ക് ഷോക്കായി. മച്ചി, ഫോറസ്റ്റ് അങ്ങനെ പറഞ്ഞ് കട്ട് ചെയ്ത് ഹീറോയി. ഇത് റോസിക്ക് ഷോക്കായി. തലയിൽ ഇടി വീണാനിക്കായി. റോസി പറഞ്ഞ് അയ്യോ ലേറ്റ്, വണ്ടിയുടെ ചാവി തേടാതാണ് ഹീറോയ്ക്ക്. അങ്ങനെ വീട്ടിൽ പോകാൻ തുടങ്ങി. എന്നോ റോസിൻ്റെ അമ്മ പിടിച്ചു വെച്ചു. എവിടേക്കാടി പോകുന്നത്? ഓടക്കില്ല അമ്മ, ഞാൻ പോകണ്ട ഇപ്പോൾ പോകണ്ട എന്ന് പിടിച്ചു വെച്ചാണ് അമ്മ പിടിച്ചു വെച്ചായിരുന്നു. ഇങ്ങനെ ഹലോ മച്ചി, പൂജ, എന്തടി പറ്റി? എടി ഡീപ്പ് ഫോറസ്റ്റ് അവ പോയിടി. ഡീപ്പ് ഫോറസ്റ്റ് അതേതടി കാട്? ഞാൻ പറഞ്ഞിട്ടൊരു കാട്. അവിടെ പോയ മനുഷ്യന്മാർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, പറഞ്ഞില്ല ലൂസ്. അതെടി, അതേ കാട്ടിലൊക്കെ ലൂസ് പറ്റി കത്തി പോയിട്ടടി. വേഗമാടി, നീ പോടി. എടി എനിക്കറിയില്ലടി, ഇപ്പം എന്ത് ചെയ്യാൻ? ഇവിടുന്ന് തപ്പിച്ചിട്ട് വരാൻ നോക്കാം. കുറേ റോസി ട്രൈ ചെയ്തു. റോസിൻ്റെ അമ്മ വിട്ടില്ലായിരുന്നു. ലോക്ക് ഫുള്ള് ലോക്കാണ്. അങ്ങനെ എങ്ങനെയായിട്ട് തപ്പിച്ചിട്ട് അവിടുന്ന് പോകാൻ നോക്കിയായിരുന്നു. അങ്ങനെയായിട്ട് അമ്മ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് അമ്മ പറയായിരുന്നു അങ്ങനെ വീട്ടിൽ കുറച്ച് ഫെൻഷനായിരുന്നു. അങ്ങനെ എവിടുന്ന് തപ്പിക്കാൻ തുടങ്ങി. അവിടെ വീട്ടിലവർ വന്നവരെല്ലാം റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പൂജ റോസിൻ്റെ വീട്ടിൽ കുറേ ആൾ വന്ന് സംസാരിക്കുക. റോസിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കുറേ ആൾ വന്ന് അവർ ടോർച്ചർ ഇവിടുന്ന് ഇങ്ങനെ ഹീറോയിൻ. ശരി, ഓക്കെ. ഇങ്ങനെ ആ കാടിൻ്റെ നടുവിലിരുന്ന് ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയായിരുന്നു ഹീറോയിൻ. അതൊരു രാവിലെ ആണായിരുന്നു, നൈറ്റല്ല, രാവിലെ. ഈ ഒരു മലയുടെ പാറത്തിലിരുന്ന് ഗിറ്റാർ വായിക്കാൻ തുടങ്ങി. ഇതവിടെ നല്ല ഉറങ്ങിയായിരുന്നു. ഒരാൾ കണ്ണിട്ട റെഡ് കണ്ണായിട്സ് തുറന്നു. ഇതോടെ വോയിസ് കേൾക്കുന്നത് ഇങ്ങനെ പാറയോണ്ട് വരാൻ തുടങ്ങി. പാറയോണ്ട് വന്ന് നോക്കുമ്പോൾ ആൾ കണ്ണടിക്കാതെ നോക്കുമായിരുന്നു. ഹീറോയി പാട്ട് വായിക്കായിരുന്നു. പാട്ട് പാടാൻ ഗിറ്റാർ ഇത് വായിക്കാൻ. റെഡ് ഡ്രസ്സാണ്. അങ്ങനെ നച്ചത് നൈറ്റാവാൻ തുടങ്ങി. ഹീറോയി ഗിറ്റാർ വെച്ച് ഇവള് വരുന്നു കാണില്ലല്ലോ. ശരി, ഇവിടുന്ന് പോകാമെന്ന് വന്നിട്ട് പോയി. അങ്ങനെ മേഘമെല്ലാം വ്യത്യാസമായി മാറാൻ തുടങ്ങി. 3 മണിയായിരുന്നു. അതുകൊണ്ട് നൈറ്റായിട്ടാ 3 മണിയാത്രയാണ്. ഹീറോ ഇവിടുന്ന് പോകാമെന്ന് വെച്ചാൽ ഫ്രണ്ട് എങ്ങനെയായിട്ട് റോസി അവിടുന്ന് തപ്പിച്ചിട്ട് മുങ്ങി. 4 മണിയായി. അയ്യോ 4 മണിയായോ, എങ്ങനെ പോകുന്നു? അങ്ങനെയായിട്ട് പോയി. ഞാനായിട്ട് അവിടേക്ക് എങ്ങനെയായിട്ട് 4 മണിക്ക് എത്തി. 4:40 എത്തി. 4:40 എത്തി. അങ്ങനെ അവിടെയുള്ള പോലീസ് പോകാൻ പറ്റില്ല. പോലീസ് എൻ്റെ ഫ്രണ്ടോട് കൂടി ഇങ്ങനെ പ്ലീസ് സാർ ഒരു വിട്ടു സാർ എന്ന് പറഞ്ഞു. ഇപ്പോൾ പോകാൻ പറ്റില്ല, അവിടെ നിറയെ പ്രശ്നമുണ്ട്. ഹീറോ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് വാമ്പറെല്ലാം ഉണ്ടായിരുന്നു, കെട്ട വാമ്പർ. അത് ഹീറോയിൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിന് വന്ന് ആ വാമ്പർ ഫൈറ്റ് ചെയ്ത് അവിടെ ഹീറോയ്ക്ക് ഇങ്ങനെ മയക്കാൻ കിട്ടും. ഇങ്ങനെ സ്മെല്ല് ഹീറോയിൻ മയക്കാൻ ജിമ്മിന് ഒരു ഹീറോയിനെ എടുത്തുകൊണ്ട് പോയി. അതെ, ജിമ്മിൻ പറഞ്ഞ അങ്ങനെ കുറച്ച് വാമ്പറിനെ ഹീറോയിനെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ഹീറോ കൊണ്ടിടത്തോളം ഒരു വാമ്പർ വരില്ല. അങ്ങനെ ജിമ്മിൻ ഒരു വാമ്പർ കിങ്ങാണ്, അതുകൊണ്ട് ആരും ഹീറോയിനെ അടുത്ത് വരില്ല. അതുകൊണ്ട് ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോക്ക് ഇങ്ങനെ ഹീറോയിൻ നോക്കിയായിരുന്നു. ഹീറോ കിച്ചണിൽ കുക്ക് ചെയ്തായിരുന്നു. അതെ, ഹീറോ എല്ലാവരും ഫുഡ് കഴിക്കും, അത് കഴിക്കും. അതിൽ ബ്ലഡ് വേണം, അവന് കുറച്ച് കഴിക്കും. മനുഷ്യന്മാരെ ബ്ലഡ് കഴിക്കില്ല, ആനിമൽസ് ബ്ലഡ് ഇല്ലേ, മനുഷ്യൻ്റെ ബ്ലഡ് കുറച്ച് കഴിക്കും ജിമ്മിൻ. അങ്ങനെ ഹീറോയി എണിച്ച് നോക്കുമ്പോൾ ഇതേതാ വീട് എന്ന് ഞാൻ നോക്കുമായിരുന്നു. ഹീറോ ഇങ്ങനെ സ്റ്റെപ്പിൽ തെറ്റിട്ട് വീഴാൻ പോയായിരുന്നു. ജിമ്മിൻ്റെ ഷർട്ട് പിടിച്ചായിരുന്നു. ജിമ്മിൻ തിരിഞ്ഞ് 2 പേര് നിന്ന് കിസ്സായി. അതെ, ഹീറോയിൻ്റെ ഫസ്റ്റ് കിസ്. ജിമ്മിന് ഷോക്കായി ഹീറോയിനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിന് കുറച്ച് ബോഡിയിൽ വെച്ച് മാറ്റം വരാൻ തുടങ്ങി. ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. ജിമ്മിന് കുറച്ച് ഡൗട്ട് വന്നു. അപ്പോൾ ജിമ്മിൻ ഫോൺ ചെയ്ത് ജങ്കൂക്കിന് വരുത്തി. ജങ്കൂക്ക് വന്നു. എന്താടാ പറ്റി? ഇല്ലടാ, എനിക്ക് ബോഡിയെ കുറച്ച് മാറ്റം വരാടാ എന്ന് പറഞ്ഞു. അപ്പോൾ ജിന്ന് കോൾ ചെയ്തു. ജിന്നും വാമ്പർ അല്ല, ഇപ്പോൾ നോർമലായിരുന്നു. വാമ്പർ മുമ്പായിരുന്നു. ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു, അതിൽ കുറച്ച് മാറിപ്പോയിരുന്നു. ഒരേ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു, അത് കെട്ട വാമ്പർ അത് മോഷ്ടിച്ചു. അതുകൊണ്ട് അത് ഉടഞ്ഞു വീണായിരുന്നു. തല്ലാക്കുമ്പോൾ ഇപ്പോൾ അത് ഹീറോയിൻ
ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ജിമ്മിക്ക് ഷോക്കായിരുന്നു. നീ ഇപ്പോൾ കുറച്ച് മനുഷ്യനായിട്ട് വരാടാ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ജിമ്മിക്ക് ഷോക്കായി. എന്താടാ? അല്ലടാ നീ കുറച്ച് കുറച്ച് കുറഞ്ഞിടാ, 10 മിനിറ്റ്സ് കുറഞ്ഞിടാ, ഇപ്പോൾ കുറച്ച് ഇത് പവർ കുറച്ച് കുറഞ്ഞു വരാമെന്ന് പറഞ്ഞു. വാമ്പർ അതുകൊണ്ട് ജിമ്മിന് പറഞ്ഞു. ഇപ്പോൾ ജിമ്മിന് ഹീറോയിനെ ക്ലോസ് ആവിടില്ല. ഹീറോയ്ക്ക് കുറച്ച് കുറച്ച് ഡേയ്സ് പോകുമ്പോൾ ജിമ്മിന് ഇഷ്ടപ്പെടും. ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ടെൻഷനായി കണ്ടുപിടിക്കാൻ വന്ന് നോക്കുകയില്ലായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ മുമ്പ് ഡാഡിയെല്ലാം തേടായിരുന്നു. അവർ ഭയങ്കര സാഡേ ആയിരുന്നു ഹീറോയി. അപ്പോൾ ജിമ്മി കെട്ട വാമ്പറിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. ഒരു ഫ്ലവേഴ്സ് ഉണ്ട്, ആ ഫ്ലവർ കണ്ടുപിടിക്കാൻ ജിമ്മിന് പോവായിരുന്നു. ഹീറോയ്ക്ക് ജിമ്മിന് വാമ്പർ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ ഹീറോയ്ക്ക് വാമ്പർ എന്ന് അറിഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് ജിമ്മിനെ കാണുമ്പോൾ കുറച്ച് പേടിയാവും. പിന്നെ കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു. ജിമ്മിനിക്ക് പ്രപ്പോസ് ചെയ്യാൻ വെച്ച് പോയി. പിന്നെ കെട്ട വാമ്പറിനെ ഇല്ലാതാക്കാൻ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു. എന്നായിട്ട് ഹീറോയിനോട് പറഞ്ഞു ജിമ്മിൻ, നീ ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഷോക്ക്. എന്താ പറഞ്ഞാൽ ജിമ്മിൻ പറഞ്ഞു നീ ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞു. കെട്ട വാമ്പർ എന്നല്ല ഇവിടെ ജിമ്മിന് ഒരു മാജിക് യൂസ് ചെയ്തു. എല്ലാം വാമ്പർ മാങ്ങി വീണു. ജിമ്മിന് പറഞ്ഞു ഇവിടുന്ന് പോയിക്കോ എന്ന്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് എത്തി. ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മോളെ നീ എവിടെ ഉണ്ടായിരുന്നു? ഇല്ല മമ്മി, എനിക്ക് കുറച്ച് കാലടിപെട്ട് ഒരു മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ മലന് താഴെ വീഴാൻ പോയിരുന്നു, കുറച്ച് മയങ്ങി വീണതാ. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് നടക്കാൻ പറ്റില്ല, കാളെല്ലാം വേദനയായിരുന്നു. അതുകൊണ്ട് ആ മുത്തശ്ശിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഹീറോയി കളവ് പറഞ്ഞു. ഫ്രണ്ടിക്ക് സമാധാനം, ഈ കാട്ടിലൊക്കെ പോയിട്ട് ഇല്ലാടി കാട്ടിലൊക്കെ ഒന്നും പോയില്ല എന്ന് ഹീറോയി കളവ് പറഞ്ഞായിരുന്നു. അങ്ങനെ ജിമ്മിന് അവിടെയുള്ള മരുന്ന് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ ഒരു മരുന്ന് എല്ലാ വാമ്പറിനെ കൊന്നു കളഞ്ഞു. ബാക്കി 10 വാമ്പർ ഉണ്ടായിരുന്നു. മൊത്തം വാമ്പർ കെട്ട വാമ്പറിനെ കൊന്നായിരുന്നു. 10 വാമ്പർ കൊന്നായിരുന്നു. അതിലൊരു വാമ്പർ ഒരു വാമ്പർ ഉണ്ട്. ആ വാമ്പർ സിറ്റിക്ക് ഓടിപ്പോയി. ജിമ്മിനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയില്ല. ഹീറോയ്ക്ക് ആപത്ത് വരുമെന്ന് ജിമ്മിനിക്ക് അറിഞ്ഞു. ശരി, എങ്ങനെ ഹീറോ എവിടെയുണ്ട് എന്ന് കണ്ടുപിടിച്ച് ജിമ്മിൻ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വാമ്പർ ജിന്ന് ബാക്കി മെമ്പേഴ്സ് അവനോടുള്ള ജങ്ക് കോൾ ചെയ്ത് പറഞ്ഞു, എടാ ഞാൻ പിടിച്ചിടാ, എവിടെ ഉള്ളത്? ഇല്ലടാ, അവനിവിടെ ഉള്ളത് സിറ്റിയിൽ പുറത്ത് ഇറങ്ങിയായിരുന്നു, ഞാൻ പിടിച്ചിടാ, നീ പേടിക്കണ്ടടാ എന്ന് ജിമ്മിക്ക് കോൾ